രാജ്യത്ത് വീണ്ടും ഇന്ധനവില വർദ്ധിപ്പിച്ചു. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയുമായാണ് വർദ്ധിപ്പിച്ചത്. കൊച്ചിയിൽ പെട്രോളിന് 110 രൂപയും 67 പൈസയുമായി 99 രൂപയും 58 പൈസയുമാണ് കൊച്ചിയിലെ ഡീസൽ വില. CNG 1 കിലോയ്ക്ക് 1 രൂപയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പലരും രാവിലെ പമ്പിൽ വന്നപ്പോഴാണ് വില വർധന അറിഞ്ഞത്. 10 ദിവസത്തിനിടെ ഇത് 3ാം തവണയാണ് വില വർദ്ധിപ്പിക്കുന്നത്. കോഴിക്കോട് നിന്ന് ടി നന്ദഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സാധാരണക്കാരുടെ പ്രതിസന്ധി വർദ്ധിപ്പിച്ച് വീണ്ടും ഇരുട്ടടിയായി പെട്രോളിനും ഡീസലിനും രാജ്യത്ത് വില വർദ്ധിച്ചിരിക്കുകയാണ്. 10 ദിവസത്തിനിടെ ഇത് 2ാം തവണയാണ് ഇത്തരത്തിൽ പെട്രോൾ വില വർദ്ധിക്കുകയും ചെയ്തത്. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയുമാണ് നിലവിൽ കൂടിയിട്ടുള്ളത്. കോഴിക്കോട് പെട്രോളിന് 110 രൂപ ഉണ്ട്, ഡീസലിന് 99 രൂപയും ആയിട്ടുണ്ട്. ഇതോടെ വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു, അല്ലെങ്കിൽ സാധാരണക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഇവരുടെ പ്രതികരണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കുറച്ച് ആളുകളുടെ പ്രതികരണത്തിലേക്ക്, സാധാരണക്കാരായ ആളുകളുടെ പ്രതികരണത്തിലേക്ക് കൂടെ പോകാം. പലരും രാവിലെ പമ്പിലെത്തുമ്പോൾ മാത്രമാണ് ഇങ്ങനെ വില കൂടിയ കാര്യം അറിയുന്നത്. അത് പിന്നീട് ആളുകൾ വലിയൊരു ഞെട്ടലുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ആളുകളുടെ പ്രതികരണം എങ്ങനെയാണ് എന്നുള്ളത് കൂടെ നമുക്കറിയാം. ചേച്ചി, പെട്രോളിനും ഡീസലിനൊക്കെ വില കൂട്ടി, പിന്നെയും എങ്ങനെയാണ്? ഡെയിലിയായിട്ട് പോകുന്നുണ്ട്, ബുദ്ധിമുട്ടാണ്. ഇന്നിപ്പോ കൂട്ടിയത് അറിഞ്ഞിരുന്നോ? ഇന്ന് കൂട്ടിയത് ഞാൻ അറിഞ്ഞിരുന്നു. ഇന്നും കൂട്ടി. ഇപ്പൊ ടോട്ടൽ എമൗണ്ട് 110 ആയി അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. രാവിലെ ആളുകൾ ഇത് പമ്പിലേക്ക് എത്തുമ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന ഒരു വിവരം കൂടെ അറിയുന്നത്. അതോടെ വീണ്ടും ഒരു പ്രതിസന്ധി ഇരട്ടിയായതിൻ്റെ ബുദ്ധിമുട്ട് കൂടെ ആളുകൾ പങ്കുവെക്കുന്നുണ്ട്. നമുക്ക് കൂടുതൽ പ്രതികരണത്തിലേക്ക് ഈ ഘട്ടത്തിൽ പോകാമെന്ന് തോന്നുന്നു. ചേട്ടാ, പെട്രോളിനും ഡീസലിനും പിന്നെയും വില കൂട്ടി, എങ്ങനെയാണ്? എന്തോ ചെയ്യാ, നോക്കിയില്ലല്ലോ. ഇന്ന് കൂട്ടിയത് അറിഞ്ഞോ? ഇന്ന് കൂട്ടിയത് ഞാൻ എപ്പോഴാണ് അറിഞ്ഞത്, നോക്കിയില്ലായിരുന്നു. കഷ്ടാണല്ലേ? കഷ്ടാണ്. പെട്രോളിനും ഡീസലിനൊക്കെ വില കൂട്ടി പിന്നെയും? അതെ, അറിഞ്ഞു. എങ്ങനെയാണ്? കഷ്ടപ്പാട് തന്നെയല്ലേ, നമ്മൾക്ക് സാധാരണ 30 തന്നെയല്ലേ എപ്പോഴും കിട്ടുന്നത്. കൂട്ടിയിട്ട് എത്ര കൊല്ലായി? ഇന്നിപ്പോ കൂട്ടിയത് അറിഞ്ഞല്ലോ അല്ലേ? ഇന്നും കൂട്ടിയോ? ഇന്ന് അറിഞ്ഞില്ല, ഇപ്പോൾ കയറുന്നുള്ളൂ. ഇന്നും കൂട്ടി. എന്നാ ഉഷാറായി. ഏട്ടാ, പെട്രോളിനും ഡീസലിനും വില കൂട്ടി പിന്നെയും? വില കൂട്ടിയിട്ട് ഇവരിങ്ങനെ ഇപ്പോൾ വില കൂട്ടിയപ്പോൾ നമുക്കിപ്പോൾ എങ്ങനെ ഇപ്പോൾ മുന്നോട്ട് പോകാൻ കഴിയാ? ഇപ്പോൾ ചാർജ് വർദ്ധിപ്പിക്കാനൊന്നും കഴിയില്ലല്ലോ. ഇന്ന് പിന്നെയും കൂട്ടിയായിരുന്നോ? അതറിഞ്ഞിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഇവരിപ്പോൾ ഓരോ ദിവസം ഇങ്ങനെ കൂട്ടാണ്. ആദ്യമൊക്കെ ഒരു നിയന്ത്രണം ഉണ്ടായിന്, ഇപ്പോൾ ഒരു യാതൊരു നിയന്ത്രണവും ഇല്ല. അവർക്ക് എപ്പോഴാണ് തോന്നണേ അപ്പോൾ ഒരു കൂട്ട് തന്നെ. തീർച്ചയായും അങ്ങനെ ആളുകൾക്കൊക്കെ വലിയ പ്രതിസന്ധി. ഇത് കഴിഞ്ഞ കുറേ ദിവസമായി ആളുകൾ ഇതേ വിഷമം തന്നെയാണ് പങ്കുവെക്കുന്നത്. അത് വീണ്ടും അവർ ആവർത്തിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ഓരോ ദിവസം ഇത് കൂട്ടിക്കൊണ്ട് വരുമ്പോൾ ഇതെവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളൊരു ചോദ്യമാണ് ആളുകൾ ബാക്കി വയ്ക്കുന്നത്. ചേട്ടാ, പെട്രോളിനും ഡീസലിനൊക്കെ വില കൂട്ടി പിന്നെയും അറിഞ്ഞോ? എങ്ങനെയാണ്, ബുദ്ധിമുട്ടാണ്? എന്ത് ചെയ്യാനാ, എല്ലാത്തിനും കൂട്ടത്തിലല്ലേ. ഇന്നും കൂട്ടിയായിരുന്നു? അറിഞ്ഞിട്ടില്ല. ഇന്ന് വീണ്ടും കൂട്ടി. നമ്മള് ദിവസം ഇരുചക്ര വാഹനം ഉപയോഗിക്കുന്ന ആളാണോ? വരുമാനത്തിനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. തീർച്ചയായിട്ടും. ഏതായാലും ഇതൊക്കെയാണ് ആളുകളുടെ പ്രതികരണം. പലരും രാവിലെ ആയതുകൊണ്ട് ഈ വിവരം അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. പലർക്കും ഇത് അറിയുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും ആളുകൾ അവരുടെ ബുദ്ധിമുട്ട്, കഴിഞ്ഞ 10 ദിവസത്തിനിടെ ഇത് 3ാം തവണയാണ് ഇങ്ങനെ ആളുകൾ ഒരു ഇരുട്ടടി ഉണ്ടാകുന്നത്, അതിൻ്റെ വിഷമം പങ്കുവെക്കുന്നത്. ഏതായാലും ഇതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇവർ ചോദിക്കുന്നത്. ക്യാമറ പേഴ്സൺ ഷബീർ കല്ലിനൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, കോഴിക്കോട്.